ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആതിരയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്താണെങ്കിലും ചടങ്ങുകളെല്ലാം എൻ്റെ വൃന്ദാവനം വീട്ടിൽ വെച്ച് നടന്നാൽ മതിയെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് ആതിരയോട് ദേഷ്യപ്പെടുകയാണ്. അതേസമയം അവന്തിക താഴേക്ക് വരുന്നു. അച്ഛാ, ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത്. ആതിര പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. ആദ്യത്തെ കുഞ്ഞിന്റെ നൂലുകെട്ട് എന്താണെങ്കിലും അവരുടെ വീട്ടിൽ വെച്ച് വേണ്ടേ നടത്താൻ, പിന്നെന്താ ഇവിടെ വെച്ച് നടത്തുന്നത്? അതേ ഏട്ടത്തി, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിലും ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ ഇവിടെയുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടുകയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്താണെങ്കിലും നൂലുകെട്ട് ചടങ്ങ് എൻ്റെ വീട്ടിൽ വെച്ച് മാത്രം നടത്താനേ ഞാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആതിര മുകളിലേക്ക് പോകുന്നു. പെട്ടെന്ന് സേതുമാധവന് നെഞ്ചുവേദന പോലെ വരികയാണ്. ഇത് കണ്ട് എല്ലാവരും സേതുമാധവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ശിവരാമന്റെ വീടാണ്. ഇന്ദു നൂലുകെട്ട് ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആരെയും വിളിക്കേണ്ട കാര്യമില്ലെന്നും ഒരു കറുത്ത ചരട് കെട്ടുന്നതിന് എന്തിനാ ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടുന്നതെന്നും ശിവരാമൻ ചോദിക്കുന്നു. അറിഞ്ഞവണമൊന്നും വാങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ പൈസയില്ലെന്ന് ശിവരാമൻ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഇന്ദു അകത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന ശിവരാമൻ മനസ്സിൽ പറയുകയാണ്, എൻ്റെ ഇന്ദു, നീ വിചാരിക്കുന്നതിനേക്കാൾ നല്ലതായി തന്നെ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന അനൂപിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇനിയും ഇവൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താകുമെന്ന് എനിക്കറിയില്ല അനൂപേട്ട. അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ അച്ഛനത് വിഷമമാകും. അതുകൊണ്ടാണ് ഞാൻ അനൂപേട്ടനെ തന്നെ വിളിച്ചത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും അർച്ചന പറയുന്നു. നീ വിഷമിക്കേണ്ട മോളെ, കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ ഒരു തീരുമാനമാക്കാമെന്ന് അനൂപ് പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയാണ്. ക്ഷേത്രത്തിൽ ചെല്ലുന്ന സന്ധ്യ ധനുഷിനെ കൊല്ലാനായി തനിക്ക് ത്രാണി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സന്ധ്യ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയും കാത്തു നിൽക്കുന്ന നന്ദനെയാണ് കാണുന്നത്. നന്ദൻ തൊഴാൻ കയറുന്നില്ലേ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, ഞാൻ അതിനല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ വന്നത്. ഇന്നലെ സന്ധ്യയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയ്ക്ക് ഒരു ബൊക്കെ നൽകുകയാണ് നന്ദൻ. ഞാൻ പോലും മറന്നുപോയ ദിവസമാ, നന്ദൻ എങ്ങനെ ഓർമ്മ വന്നെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് നന്ദൻ പറയുന്നു. തുടർന്ന് സന്ധ്യ പറയുകയാണ്, നന്ദൻ പറയാതെ പറയുന്ന ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടലിൻ്റെ വേദന ഒന്നുകൂടി അനുഭവിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ ഞാൻ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത്. സന്ധ്യയ്ക്ക് തരാൻ തക്ക ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഹോസ്പിറ്റലിൽ വിളിച്ച് ലീവ് പറഞ്ഞേക്ക്. ഇന്ന് നമുക്ക് ആകെ മൊത്തം ഒന്ന് കറങ്ങി വരാം. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാലും അത് തന്നെ നടക്കുമെന്ന് എനിക്കറിയാമെന്ന് സന്ധ്യ പറയുന്നു. എന്താണെങ്കിലും ഇതുവരെ വന്നതല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, ഭഗവാൻ അറിയാം എനിക്കെന്താ പ്രാർത്ഥിക്കാനുള്ളതെന്ന്. പ്രാർത്ഥനയുടെ ഫലമൊക്കെ കിട്ടിത്തുടങ്ങുന്നുണ്ട്. മുഴുവനായി കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ചെന്ന് നന്ദി പറഞ്ഞോളാം. ഇത് കേൾക്കുന്ന സന്ധ്യ ചിരിച്ചുകൊണ്ട് നന്ദനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വൃന്ദാവനത്തിലുള്ള എല്ലാവരും നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സേതുമാധവൻ അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. സേതു, ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം സംസാരിക്കാനാ. ഇന്നലെ ആതിരുണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞെന്ന് മാഷ് പറയുന്നു. അവൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സേതു ക്ഷമിക്കണമെന്ന് മാഷ് പറയുമ്പോൾ സേതു പറയുകയാണ്, എന്താ മാഷി ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാം എൻ്റെ മക്കൾ തന്നെയല്ലേ. ആതിര പറഞ്ഞത് കുഞ്ഞിൻ്റെ ചടങ്ങ് അവിടെ വെച്ച് നടത്തണമെന്നാണെന്ന് സേതു പറയുമ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് അനൂപ് പറയുന്നു. അതേസമയം സച്ചിയും അർച്ചനയും സന്ദീപും കൂടി താഴേക്ക് വരികയാണ്. അവൾ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട, ചടങ്ങെല്ലാം ഇവിടെ വെച്ച് നടത്തിയാൽ മതിയെന്ന് മാഷ് പറയുമ്പോൾ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആതിര താഴേക്ക് വരികയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളെല്ലാവരുമാണോ തീരുമാനമെടുക്കുന്നതെന്ന് ആതിര ചോദിക്കുമ്പോൾ കമല ദേഷ്യത്തോട് പറയുകയാണ്, കുറേ ദിവസമായല്ലോ നിനക്ക് തുടങ്ങിയിട്ട്. നിന്റെ കുഞ്ഞെന്ന് നീ മാത്രമാണോ ഇതുവരെ പ്രസവിച്ചിട്ടുള്ളത്? നിനക്കെന്താ ഇതിനു വേണ്ടി പ്രത്യേകത? ഇത് കേൾക്കുന്ന മീരയും ആതിരെ വഴക്കു പറയുകയാണ്. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ അർച്ചനയോട് പറയുകയാണ്, ചേച്ചിക്ക് മതിയായല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നെ ചീത്ത കളിപ്പിച്ചപ്പോൾ ചേച്ചിക്ക് സന്തോഷമായി കാണുമല്ലോ. എന്ത് വന്നാലും ഈ തീരുമാനം ഞാൻ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് ആതിര ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തികയും വരികയാണ്. സന്ദീപ് ദേഷ്യത്തോടെ പറയുകയാണ്, നിന്നേക്കാൾ മുന്നേ ഈ വീട്ടിലേക്ക് വന്നത് എൻ്റെ ഏട്ടത്തിയാണ്. ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനം തന്നെയാ ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഏട്ടത്തി പറയുന്നതേ ഇവിടെ നടക്കൂ. ഇതിൻ്റെ പേര് ഇവിടെ വഴക്കൊന്നും വേണ്ട. വൃന്ദാവനത്തിൽ വെച്ച് തന്നെ ചടങ്ങ് നടത്താമെന്ന് സേതുമാധവൻ പറയുമ്പോൾ അങ്ങനെ അവളുടെ വാശി അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ലെന്നും ഇവിടെ വെച്ച് തന്നെ ചടങ്ങ് നടത്തിയാൽ മതിയെന്നും
കമല പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.